എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമിളിയിലാണ് കേട്ടോ. കുമിളി വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് കുമിളി 1-ാം മൈലിൽ നിന്നും കയറി വരുന്നൊരു വഴിയാണ്. ഒട്ടകത്തലമേട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിൻ്റെ അടിവശത്ത് ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ ഒട്ടകത്തലമേട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ പുറകിൽ കാണുന്നൊരു വഴിയുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇതായി ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകുവശമല്ലേ, ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ ബൈക്കിലൊരു ബോർഡൊക്കെ നമുക്ക് കാണാം. ആ ബോർഡ് ഉള്ള വഴിക്കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കുമിളിയിൽ ആപ്പാടെ ഒരു വ്യൂ പോയിൻ്റേ ഉള്ളൂ, അത് ഇതാണ് കേട്ടോ. അപ്പം കുമിളി വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ കണ്ടുവരാം. കുമിളി വ്യൂ പോയിൻറ്റിലേക്കുള്ള വഴിയുടെ ബോർഡ് വെച്ചിരിക്കുന്നു കേട്ടോ. ഒട്ടകത്തലമേട് വ്യൂ പോയിൻറ്റ്, ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഇതിലെ ഒരു 10-200-300 മീറ്റർ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് വ്യൂ പോയിൻ്റ് കേട്ടോ. പോകുന്ന വഴി രണ്ട് സൈഡും ചെറിയ വലത് സൈഡിൽ നല്ല രീതിയിലുള്ള ഏലത്തോട്ടവും ഇടത് സൈഡിൽ ചെറിയ ചെടികളും ഒക്കെയാണ് കേട്ടോ. ചെമ്പരത്തി വേരുകളും നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന വൃക്ഷത്തൈകളും ഒക്കെ ഉണ്ട് ഈ പോകുന്ന വഴി. ഏതായാലും നമുക്ക് അവിടെ ചെന്ന് അതിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഇവിടുന്ന് ഈ കാണുന്ന പോലെയല്ല, കുറച്ച് മുന്നോട്ട് ചെന്നാൽ നല്ല വെയിലാണേ. ഇവിടെ ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ റിസോർട്ടുകാരൊക്കെ ആയിരിക്കും ഈ മതിലൊക്കെ കെട്ടി വേർതിരിച്ചൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ വരുമ്പോൾ ഈ മതിലൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വരുന്നൊരു വഴിയാണിത്. ഇവിടെ നമുക്കൊരു ഗേറ്റൊക്കെ കാണാം. ആ ഗേറ്റ് കയറുന്ന അപ്പുറത്തോട്ട് പോയാൽ എന്താ കാണാനുള്ളത്? അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു മരം. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കുറേ കാലിയായ ഭാഗങ്ങളാണ്. ഇവിടെയും കുറേ വൃക്ഷത്തൈകളൊക്കെ കാണാം. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുന്നോട്ടുള്ള വഴി നല്ല വെയിലാകട്ടോ. അവിടെ നമുക്കൊരു കുരിശടിയൊക്കെ കാണാവേ. ആ കുരിശ് തൊട്ടിയൊക്കെ വരുന്നത് 1-ാം മൈലിലെ പള്ളിക്കാരുടെയാണ്. ദുഃഖ വെള്ളിയാഴ്ചകളിലൊക്കെ ഒരുപാട് ജനങ്ങൾ ഇവിടെ വരും കേട്ടോ. ഈസ്റ്റർ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ. ഇത് ഓഫ് റോഡ് ജീപ്പുകാർ വാഹനം കൊണ്ട് തിരിച്ച് തന്നെ ഇവിടെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണേ. ഇത് കണ്ടോ, ഇവിടെ ഒരു മരം പോലുമില്ല, ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉള്ളൂ. കുറേ പക്ഷികളുടെയൊക്കെ കരച്ചിലൊക്കെ കേൾക്കാം. 1-ാം മൈലിലെ കുരിശുപള്ളി. ആ കാണുന്നതാണ് ഒട്ടകത്തലമേടിൻ്റെ ആദ്യത്തെ ഒരു വ്യൂ പോയിൻറ്റും ഹെലിപ്പാഡും ഒക്കെ അവിടെ ഉണ്ടായിരുന്നേ. ഹെലിപ്പാഡൊക്കെ വന്നിട്ട് ഇപ്പോൾ അതെല്ലാം പൊളിച്ച് കളഞ്ഞു. പഞ്ചായത്തിൻ്റെ സ്ഥലമായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെയാണെന്ന് പറഞ്ഞ് പുള്ളി കേസ് കൊടുത്ത് കേസ് ജയിച്ച് ഇപ്പോൾ അയാളുടെ കയ്യിലാണ് സ്ഥലമുള്ളത്. ഒരു ഹെലിപ്പാഡോ എന്തെങ്കിലുമൊക്കെ ഇടുക്കിയിൽ വരികയായിരുന്നെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അണക്കരെ തന്നെ ഒരു ഹെലിപ്പാഡൊക്കെ വന്നിട്ട് അവിടെ ഹെലിപ്പാഡിലെ എയർപോർട്ട് വന്നിട്ട് അതൊക്കെ കൂടെ പിന്നെ ക്യാൻസലായിപ്പോയി. ഈ ഹെലിപ്പാഡ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിലും എയർപോർട്ട് വരികയാണെങ്കിലും ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു സംഭവമായിരുന്നേ. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടെ അതൊന്നും ഇതുവരെ ഒന്നും ആയില്ല. ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരും അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരിക്കൽ വരുമായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ആദ്യകാലത്തൊക്കെ നമ്മൾ വരുമ്പോൾ ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാമായിരുന്നു. അത്യാവശ്യം ചെറുകിട ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ റിസോർട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നൊരു സ്ഥിതിയിലാണ് നമ്മൾ കാണുന്നത്. അവരിതെല്ലാം വളരെ മനോഹരമായ രീതിയിലൊക്കെ നിർമ്മിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുമില്ല, ഒന്നുമില്ല. ഇതൊക്കെ കിടക്കുന്നത് നോക്കി. അതുപോലെ ഇത് കണ്ടോ, പല രീതിയിലുള്ള ഹട്ടുകളൊക്കെ അവരിവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഇതെല്ലാം ക്രമീകരിച്ചതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. നമുക്കപ്പുറത്ത് കുമിളി വ്യൂ പോയിൻ്റൊക്കെ കാണാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു നിർമ്മാണം കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. ഇവർ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇതാ ഇവിടെ താഴെയുമുണ്ട് കിച്ചണോ റൂംസോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മരത്തണലൊക്കെ ഇവിടെ. ഇതുണ്ടോ, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുന്നതുകൊണ്ട്
ആ വെയിലത്തുനിന്ന് ഇവിടെ വന്ന് കയറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഒരു തണുത്ത കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ ലൈറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതുണ്ടോ, അവിടെ ഹട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഇവിടുന്ന് താഴോട്ടാണ് ശരിക്കും കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നത്. 1-ാം മൈലിൻ്റെ അട്ടപ്പള്ളത്തിൻ്റെ ഒക്കെ കാഴ്ചകളാണ് മെയിനായിട്ട്. അപ്പുറത്തെ സൈഡിൽ പോയി നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് കാണാൻ സാധിക്കുമേ. അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇത് അട്ടപ്പള്ളം എന്ന് പറഞ്ഞ ഭാഗമാണേ. അതിലെ 10 മുറിക്കൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. 10 മുറിക്ക് പോകുന്ന റോഡൊക്കെ അതിലെ പോകുന്ന കാണാവേ. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുമിളിക്ക് പോകുന്ന റോഡാണത്. അതിലെ അങ്ങനെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ തേക്കടി ജലാശയമൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അവിടെ കാണാവുന്നതാണേ. നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയെല്ലാം കുപ്പിയെല്ലാം കൊണ്ട് തല്ലിപ്പൊടിച്ചിട്ടിരിക്കുക കേട്ടോ. ഈ ടൂറിസം മേഖലയിലൊക്കെ ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉള്ളതല്ലേ, ആൾക്കാരൊക്കെ ചെയ്യുന്ന വളരെ മോശമല്ല. ഇതുണ്ടോ ഉള്ള പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം തല്ലിപ്പൊട്ടിച്ച് കൊണ്ടിട്ടിരിക്കുന്നു. നോക്കി ഇത്ര മോശമല്ലേ. ആരോട് പറയാനാ? നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാം. നാട് നന്നാക്കാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ തീ കയറി പോയിട്ടേ ഇപ്പോൾ പച്ചപ്പുല്ലിങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളേ. അതിൻ്റെ ഇടയ്ക്കാണ് റോസ് പാർക്കൊക്കെ ഉള്ളത്. റോസ് പാർക്ക് നല്ലൊരു അഡ്വഞ്ചർ പാർക്കാണ്. അവിടെ ഒരുപാട് റൈഡുകളും ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മുകളിലോട്ട് കയറി പോട്ടോ. ഈ ദൂരെ നിന്ന് ഈ ഹട്ടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. നോക്കി ഈ സൈഡിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് ഒത്തിരി ആ ഒരു വലിയ മലനിരകളും തമിഴ്നാടിൻ്റെ മേഘമലയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റുന്നുണ്ടേ. ഇങ്ങനെ താഴേക്കൊക്കെ കൃഷിയിടങ്ങളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒട്ടകത്തലമേടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെ വേലിക്കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ തിരിച്ച സ്ഥലം അതെന്താണെന്ന് അറിയില്ല. ആരുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. പിന്നെ ഇത് കുറേ ഭാഗം പള്ളിയുടെ കുരിശടിയുടെ ഒക്കെയാണ്. ഈ ഓഫ് റോഡ് ജീപ്പുകാർ വന്നാലേ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കി തിരിച്ചെടുക്കുന്നതാണ് ഭയങ്കര ഒരു ഭംഗിയാട്ടോ. ജീപ്പ് ഇങ്ങനെ ഇവിടെ വന്ന് വട്ടം കറങ്ങുന്നേ. അത് മിക്കവാറും ടൂറിസം മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ വാഗമണിലൊക്കെ ചെന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. ഇവിടെ നിന്ന് ഇത്രയും കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടാനുള്ളൂ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.